കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം പറയാൻ താല്പര്യപ്പെടുക. ഒത്തിരി പ്രശ്നങ്ങൾ അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് നമ്മുടെ സഭയിൽ. നമ്മളതിന് സമയം എടുക്കാറില്ല. പ്രത്യേകിച്ച് ടീനേജിൽ അവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നമാണ്. നിങ്ങളെല്ലാവരും കൺട്രോൾ ചെയ്യണം. പപ്പ കൺട്രോൾ ചെയ്യണം, അമ്മ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ പറയുന്നതൊന്നും സമ്മതിക്കുന്നില്ല. ഫ്രീഡം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അവർക്ക് ഫേസ് ചെയ്യുന്നത്. ശരിയാണോ? ഫ്രീഡം വേണമെന്ന് തോന്നാറില്ല. ഒറ്റയ്ക്ക് താമസിക്കണം, ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം, ആരോട് ചോദിക്കുന്നുണ്ട് എനിക്ക് പോകണം എന്ന് തോന്നുന്നിടത്ത് പോകണം എന്ന് പറയുന്ന ചിന്തയാണ് കുട്ടികളെ വരുന്നത്. ഇത് വലിയ പ്രശ്നമുണ്ടാകും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ഒരു പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടം എന്ന് പറഞ്ഞാൽ അത് പറന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കരുത്തായി ഒപ്പം പറക്കാൻ തുടങ്ങും. പട്ടം എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ കരുത്തും പറക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോ പട്ടം പറഞ്ഞു, പരുന്നോട് പറഞ്ഞു, പരുന്ന എനിക്ക് ഇതിലും പൊങ്ങി പോകാൻ പറ്റും, പക്ഷെ അടിയിൽ ഒരാൾ പിടിച്ച് വലിക്കുന്നത്, കയറ് പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പൊങ്ങി പോകാൻ പറ്റുന്നത്. നീ ഒരു ഉപകാരം ചെയ്യും, നീ പോയി ഇതിന്റെ പൊക്കൊണ്ട് ആ പട്ടത്തിന്റെ ചാട്ടൊന്ന് പൊടിച്ചു തരുന്നത്, എന്നാൽ എനിക്ക് ഫ്രീഡം കിട്ടി, ഞാൻ നിന്നേക്കാളൊപ്പം ഞാൻ പറക്കുന്നത്. ഞാൻ പരുന്ന് പോയി ആ ചരട് പൊട്ടിച്ചു. ചരട് വലിച്ചപ്പോൾ പട്ടത്തിന് ഫ്രീഡം കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. പട്ടം 2 വട്ടം കറങ്ങി അത് താഴെ പതിച്ചു. എന്തിനാണ് ഈ കാര്യമായിട്ട് നിയന്ത്രിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കൂടുതൽ ഉയർത്തി പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ ഒരപ്പനോ ഒരമ്മയോ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രീഡം കിട്ടി കഴിഞ്ഞാൽ ഈ കാര്യം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ പൊട്ടിച്ചു വിട്ടാൽ നിങ്ങളൊരു വട്ടം കറങ്ങി നിങ്ങളുടെ യാത്ര അതോടുകൂടി അവസാനിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പനും അമ്മയും നിങ്ങൾക്ക് ഒരു നിയന്ത്രണം വെച്ചിരിക്കുന്നത്. ആ നിയന്ത്രണം വേണം. എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഒരിക്കലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഉപദേശം തരാൻ താല്പര്യപ്പെടുന്നത്, ഒരു ഉപദേശം തരാൻ താല്പര്യപ്പെടുന്നത്. 19 years ആവുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് എടുത്തേക്ക് എറിഞ്ഞു, ഷൂ എടുത്തേക്ക് എറിഞ്ഞു, ഒന്നിനും ഒരു സ്ഥാനമോ പ്ലേസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് പ്ലേസ് വേണം. എനിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലേസ് വയ്ക്കാൻ, അണ്ണട വയ്ക്കാൻ, എന്ത് സാധനം വയ്ക്കണമെങ്കിൽ അതിൻ്റെതായ പ്ലേസ് ഇട്ട് അവിടെ കൃത്യമായിട്ട് സാധനം വെച്ചിരിക്കും. ഇന്നലെ അപ്പം പഠിപ്പിച്ചു തന്നത് ഡാഡിക്ക് എല്ലാ കാര്യത്തിലും ഫയൽ സിസ്റ്റം ഉണ്ട്. ആദ്യം അടച്ച ഇലക്ട്രിസിറ്റി ബില്ല് തൊട്ട് ലാസ്റ്റ് ഡാഡി ആ കാര്യത്തിൽ ഒരുമിക്കുന്ന വരെയുള്ള എല്ലാ ബില്ലുകളും ഫയൽ വെച്ചിട്ടുണ്ട്. ടാക്സിന്റെ പേപ്പറുകൾ എന്ത് ചോദിച്ചാൽ എടുക്കാൻ കിട്ടുന്ന വിധത്തിൽ എല്ലാത്തിനും ഓർമ്മയുണ്ട്. എല്ലാ ദിവസവും ഡാഡി ഡയറി എഴുതുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെ ചെന്നാലും പരാജയങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇത് 19 വയസ്സിനുള്ളിൽ പഠിച്ചിരിക്കും. 19 years മുമ്പ് ഡിസിപ്ലിൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രതിഭയുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും നിങ്ങൾ ഉയരങ്ങളിൽ എത്തില്ല. അവിടെ പരാജയം സംഭവിക്കും. വളരെ ഡിസിപ്ലിൻഡ് ലൈഫാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും ഫെയിലിയർ വരും. പല വീടുകൾ സമയത്ത് പഠിക്കാൻ പറ്റില്ല, പല കാര്യങ്ങളും ഫെയിലിയർ വരും. ഇത് പിന്നീട് പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ ടീനേജ് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡിസിപ്ലിൻഡ് ലൈഫ് സ്വീകരിക്കും. ഇത്രയും പറഞ്ഞ കുട്ടികളുടെ കാര്യം വീടുകയാണ്. ഞാൻ അമ്മച്ചിമാരോട് സംസാരിക്കുന്നത് അമ്മച്ചിമാരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം പറയാം. ഇതൊക്കെ നമ്മുടെ സഭയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒത്തിരി പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മച്ചിമാര് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ മരുമോൻ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയം. ഇത് കേട്ടിട്ടുണ്ട്. കൗൺസിലിംഗ് സമയത്ത്, പ്രശ്നങ്ങളുടെ സമയത്ത് ഇവിടെ അമ്മായിമ്മമാർ കുറേ മരുമക്കളുണ്ട്. അതുകൊണ്ട് അവരോട് ഉപദേശം പറയാം. എന്തെങ്കിലും പ്രശ്നത്തിന് കാരണം പറയാം. അമ്മായിമ്മമാർ പറയുന്നത്, ഞാൻ മരുമോൾ വന്നപ്പോ മരുമോളെ എന്റെ മോളെ പോലെ ഞാൻ സ്വീകരിച്ചത്. അവിടെ ഞാൻ മരുമോളായിട്ട് കണ്ടിട്ടേ ഇല്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. മരുമോൾ പറയുന്നത് ഞാൻ ചേട്ടന്റെ മമ്മിയായിട്ട് കണ്ടിട്ട് എന്റെ മമ്മിയെ പോലെ ഞാൻ കണ്ടെന്ന് പറയും. ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും മാറ്റി വെച്ചാൽ നിങ്ങൾ വിജയിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ പറയുന്ന ഇവിടെ മരുമോളല്ല, എന്റെ മോളാണ്. എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാം. മരുമോളിൽ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അമ്മായിമ്മ മോളോട് പറയുന്ന ഒരു വർത്താനം പറഞ്ഞു, നീ ആ ഫോൺ നോക്കിയിരിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ എടുത്ത്. അപ്പൊ മോള് മറുപടി പറയാം, മതി പോയത് പണി നോക്കി, ഞാൻ വേണ്ട സമ്മതിക്കും. അവള് ധിക്കാരി എന്ന് പറയും. പക്ഷെ ഇതേ വാചകം മോളെ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വല്ല പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം, മോളെ കുറിച്ച് അറിയാം. മോള് പറഞ്ഞ പ്രശ്നമില്ല. പക്ഷെ പറഞ്ഞതല്ല, മോളായിട്ട് ഞാൻ കാണുന്നത് മരുമോളായിട്ടല്ല കാണുന്നതെന്ന് പറഞ്ഞു. ഇത് നടക്കി കേൾക്കാം. പക്ഷെ മരുമോളായിട്ട് കണ്ടിട്ട് ആ രീതിയിൽ സംസാരിക്കാവൂ. ആ രീതിയിൽ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമോളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. മരുമോൾക്ക് ഫ്രീഡം കൊടുക്കും.
നല്ല ബുദ്ധിയുണ്ട്, അവർക്ക് കുടുംബം കഴിഞ്ഞാൽ പ്രാപ്തിയുണ്ട് കണ്ടപ്പോഴാണ് അവരെന്നെ വീട്ടിലേക്ക് വന്നേക്കുന്നത്. അവരവർ കാര്യം ചെയ്യണം. ഉദാഹരണം പറഞ്ഞത് നവോന്ന് പറഞ്ഞത് ലൂത്തിനോട് പറഞ്ഞത് നിനക്ക് ഇതിന് ഇഷ്ടം പോലെ ചെയ്തു, നീ ഒക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അമ്മാനോട് പറയുമ്പോൾ മരുമോൾക്ക് സന്തോഷമായി. മരുമോട് പറഞ്ഞു നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നവർക്ക് ഞാൻ മരിച്ചോളാം, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. മരുമോൾക്ക് ഫ്രീഡം കൊടുത്ത് അവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഒരു അമ്മായിമ്മ മുന്നോട്ട് പോയാൽ മരുമോളെ നിങ്ങൾ സ്നേഹിക്കാൻ പോകും. ഇതേപോലെ തിരിച്ചു ഒരു മരുമോള് പറയാണ് ഞാൻ എന്റെ അമ്മയെ പോലെ കാണുമെന്ന് പറയും. അമ്മയോട് പറഞ്ഞ കൊടുത്ത് വർത്താനം അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ കൂടാതെ അതേ പ്രശ്നങ്ങളാവാം. ശരിയല്ലേ? സ്വന്തം അമ്മയോട് പറയുന്നത് പോലെ അമ്മായിയോട് പറഞ്ഞു ഞാൻ അമ്മയെ പോലെ കണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മി അതൊന്നും എടുത്തിട്ടേ എന്താ കത്തിക്കണമെന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഭാഷയിൽ സംസാരിച്ചു നോക്കി അവളെന്റെ കയറി ഭരിക്കാൻ വരികയെന്ന് മനസ്സിൽ പറയുന്നത്. പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ പ്രശ്നം ആരംഭിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ മരുമോനെ മോനെ പോലെ കാണരുത്, അത് മരുമോനായിട്ട് തന്നെ കാണണം. അമ്മായിനെ ഒരിക്കലും സ്വന്തം അമ്മയെ പോലെ കാണരുത്, അത് അമ്മായിനെ തന്നെ കാണണം. രണ്ടുപേരും അങ്ങോട്ടും ഇടപെടാൻ നിന്ന് വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യപ്പെടും. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കെടുക്കുന്നു.